ഓക്കെ, നമ്മൾ ഇത്ര നേരം നോക്കിക്കൊണ്ട് നമ്പേഴ്സൊക്കെ വെച്ചിട്ടായിരുന്നു ലിസ്റ്റിൻ്റെ ഉള്ളിൽ കുറേ നമ്പേഴ്സൊക്കെ വെച്ചിട്ടായിരുന്നു ഉണ്ടായത്. അപ്പം നിങ്ങൾ ചില സമയത്ത് വിചാരിച്ചിട്ടുണ്ടാവാം ഈ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമ്പേഴ്സ് മാത്രമേ പറ്റുള്ളൂ എന്ന്. പക്ഷേ അല്ല, നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്ട്രിങ്സ് ആവാം, പിന്നെ ഏത് തരത്തിലുള്ള ഡാറ്റ ടൈപ്പ് ആയാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ആക്ച്വലി ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു വീഡിയോയുടെ നമുക്ക് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചാൽ ഒരു എന്താ പറയുക, നമുക്ക് ഇപ്പം എന്താ പറയുക, ഒരു ലിസ്റ്റ് ഉണ്ട്, ഇതുപോലത്തെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റിൻ്റെ ഇടയിലാണ് ഞാൻ പറയുന്നത്, അവസാനമല്ല, ഇതിൻ്റെ അവസാനമല്ല, ഇതിൻ്റെ ഇടയിൽ ഈ 24ൻ്റെ മുന്നേ അല്ലെങ്കിൽ ആ ഒരു ഇടയിലായിട്ട് നമുക്ക് ഒരു നമ്പർ എങ്ങനെ കയറ്റാം, അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ ഉള്ളിൽ ആ നമ്പർ ഇടയിൽ എങ്ങനെ നമ്പർ കയറ്റാം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. ആദ്യമായിട്ട് അസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുള്ളത്, നെയിം എന്ന് പറയുന്ന വാല്യൂക്ക് എന്തുള്ളത് 0 എന്ന് പറയുന്ന ഇൻഡെക്സ് ആണുള്ളത്. ഏജ് എന്ന് പറയുന്ന വാല്യൂക്ക് 1 എന്ന് പറയുന്ന ഇൻഡെക്സ് ആണുള്ളത്. 24 എന്ന് പറയുന്ന വാല്യൂക്ക് 2 എന്ന് പറയുന്ന ഇൻഡെക്സ് ആണുള്ളത്. 25 എന്ന് പറയുന്ന വാല്യൂക്ക് 2 എന്ന് പറയുന്ന 3 എന്ന് പറയുന്ന ഇൻഡെക്സ് ആണുള്ളത്. അപ്പോൾ ഈ 2 എന്ന് പറയുന്ന ഇൻഡെക്സിൻ്റെ അവിടെ നമുക്ക് 21 കൊണ്ടിരുന്നു. അപ്പോൾ 24 എന്താവും, 3 ആവും. ഈ 25 എന്താവും, നമുക്ക് ഇവിടെ 4 ആവും. ഓക്കെ, മനസ്സിലായില്ലേ സംഭവം? ഒരു വിഷ്വലൈസേഷൻ മനസ്സിലായില്ലേ? അപ്പോൾ 4th ഇൻഡെക്സ് ആവും ഇത് കേട്ടോ. ഞാൻ ഒന്ന് ആ വാല്യൂസൊക്കെ എന്ന് പറയുന്നൊരു അല്ല, വേറെ ഏത് വേരിയബിളിൻ്റെ പേരെടുത്താലും പ്രശ്നമല്ല. ഞാൻ ജസ്റ്റ് എനിക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് കേൾക്കാൻ നല്ല രസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആദ്യത്തെ നെയിം എന്ന് പറയുന്നൊരു വാല്യൂ അസൈൻ ചെയ്യുക. നെയിം എന്ന് പറയുന്ന സ്ട്രിങ് അസൈൻ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം അതിൽ ഏജ് എന്ന് പറയുന്ന ഒരു വെറുതെയാണ്, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് ചെയ്യുന്നത്. നെയിം, പിന്നെ ഏജ്, പിന്നെ അതിന് എത്രയായിരുന്നു, പിന്നെ എത്രയായിരുന്നു വാല്യൂ ഞാൻ മറന്നുപോയി. ഓക്കെ, എത്രയായിരുന്നു, 24ഉം 25 അല്ലേ, 24ഉം 25. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഗോൾ എന്തായിരുന്നു, നമ്മൾ ആ സെക്കൻഡ് ഇൻഡെക്സിൽ നമ്മുടെ 21 കൊണ്ടുവരണം എന്നുള്ളതല്ലേ. അപ്പോൾ അതിന് വേണ്ടി നം ഡോട്ട് ഇൻസേർട്ട് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുക. എന്നിട്ട് അതിന് 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ഏത് ഇൻഡെക്സിലാണ് കൊണ്ടുവരേണ്ടതെന്നും പിന്നെ എന്താണ് വാല്യൂ എന്നുള്ളതും. ഓക്കെ, നമുക്ക് ഏത് ഇൻഡെക്സിലായിരുന്നു വേണ്ടത്, സെക്കൻഡ് ഇൻഡെക്സിൽ. എന്താണ് വാല്യൂ, 21 എന്ന് പറയുന്നൊരു വാല്യൂ ആണ്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, കണ്ടില്ലേ, നെയിം കിട്ടി, ഏജ് കിട്ടി, 21 കിട്ടി, 24, 25 കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ അസൈൻ ചെയ്ത പോലെയല്ല, അത് നമ്മൾ മാറ്റി. ഓക്കെ, നമുക്ക് നേരത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. റിമൂവ് ഫംഗ്ഷൻ ഉപയോഗിച്ചു, അപ്പൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻസ് ഉപയോഗിച്ചു, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉപയോഗിച്ചു. അത് മാത്രമല്ല, ഇതിൽ കുറേ കാര്യങ്ങൾ കുറേ കണ്ട, ക്ലിയർ, ഇനി കോപ്പി, കൗണ്ട്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പം എന്താ പറയുക, അങ്ങനെയുള്ള പല ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ, എന്താ പറയുക, ഇതൊക്കെ എന്താണെന്ന് പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുക, ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞാൻ അപ്പാട് അതിന് മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്തായാലും ഞാൻ അപ്പാട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഒരു സെഷൻ, ലിസ്റ്റിനെ കുറിച്ചുള്ള സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയുക, ഞാൻ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.